ഷോൾഡർ പെയിൻ, നമ്മുടെ തോൾ വേദന, അതിൻ്റെ ശരിയും തെറ്റും, യെസ് ഓർ നോ, അതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ സമദ്, ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ, കാലിക്കറ്റ്. ഷോൾഡർ പെയിൻ നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അസുഖമാണ് ഷോൾഡർ പെയിൻ. എന്താണ് ഷോൾഡർ? നമ്മളൊരു ജോയിൻ്റാണ്, നമ്മുടെ ബോഡിയുടെ അപ്പർ പാർട്ടിൽ വരുന്ന നമ്മുടെ കഴുത്തും ഈ സ്പൈനും കൂടെ ചേർന്ന് അല്ലെങ്കിൽ തൊറാസിക് കേജും വരയ്ക്കുന്ന ജോയിൻ്റാണ് ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മുടെ കയ്യിൻ്റെ ബോണും നമ്മുടെ ഷോൾഡറിൻ്റെ ബോണായിട്ട് ചേർന്ന് വരിക്കുന്ന ഒരു ക്യാപ്സ്യൂളൊക്കെ ഉള്ള ഒരു ജോയിൻ്റാണ്. സാധാരണ രീതിയിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന രണ്ട് വേദനകളെ കുറിച്ച് പറയാം. ഒന്ന് ഫ്രോസൺ ഷോൾഡർ, രണ്ടാമത്തത് റൊട്ടേറ്റർ കഫ് ടിയർ എന്ന് വെച്ചാൽ അതിൻ്റെ വള്ളി പൊട്ടിയിട്ടുള്ള വേദന. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. അതിൽ നമുക്ക് യെസ് ഓർ നോ നോക്കാം. രാത്രി കൂടുതലുണ്ടാകുന്ന വേദന, യെസ്, അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫ്രോസൺ ഷോൾഡറിനാണ് വരുന്നത്. അതേപോലെ തന്നെ റൊട്ടേറ്റർ കഫിനും കുറച്ചൊരു 50% വരുന്നുണ്ട്. എന്നാൽ കൈ ഇളക്കുമ്പോൾ അല്ലെങ്കിൽ പൊക്കുമ്പോൾ അല്ലെങ്കിൽ ചില മൂവ്മെൻറ്റ് സാധനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് ഏറ്റവും കൂടുതൽ വരുന്നത് യെസ്, ഇറ്റ് ഈസ് ഫോർ നമ്മുടെ റൊട്ടേറ്റർ കഫ്, ഈ വള്ളിക്ക് ഡാമേജ് ഉണ്ടായാലാണ് അത് വരുന്നത്. എന്നാൽ കൈ തീരെ അനക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പൊക്കാനോ ഇളക്കാനോ തിരിയാനോ അല്ലെങ്കിൽ ബാക്കിൽ സ്ക്രാച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അത് വരുന്നത് നമ്മുടെ ഫ്രോസൺ ഷോൾഡർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ. അതേപോലെ വേറെയുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. രാത്രി കിടന്ന് ആ സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കാനുള്ള വേദന ഏതിനെ കൂടുതൽ നോക്കാം. സാധാരണ ഇതിൽ രണ്ടിനും വേദന വരാറുണ്ട്, പക്ഷേ ഫ്രോസൺ ഷോൾഡറാണ് കൂടുതൽ വേദന വരാറ്. എന്നാൽ ചിലത് എപ്പോഴും വീണിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും വലിച്ചിട്ടുണ്ട്, എന്തെങ്കിലും എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള വേദനകൾ കൂടുതലും വരുന്നത് റൊട്ടേറ്റർ കഫ് ടിയറിനാണ്. സാധാരണ ഇതിൽ ഫ്രോസൺ ഷോൾഡറിന് അങ്ങനെ എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും പരിക്ക് പറ്റിയതായിട്ടുള്ള ഹിസ്റ്ററി കുറവായിരിക്കും, ഇല്ല എന്നല്ല, കുറവായിരിക്കും. വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റൊട്ടേറ്റർ കഫ് പെയിന് സാധാരണ വരുന്നത് ഷോൾഡറിൻ്റെ അവിടെ മാത്രമല്ല, അത് കുറച്ച് താഴോട്ട് നമ്മളെ നമ്മളെ അപ്പർ ആം, മിഡ് ആം എന്നൊക്കെ പറയും, അങ്ങോട്ട് കടച്ചിൽ പോലെ ഇറങ്ങുക. എന്നാൽ ഫ്രോസൺ ഷോൾഡർ അങ്ങനെയല്ല. ഫ്രോസൺ ഷോൾഡർ വരുന്നത് തീരെ ഇളക്കാൻ പറ്റാതെ ഇരിക്കുക, മൊത്തത്തിൽ ഡിഫ്യൂസ് പെയിൻ, ഷോൾഡർ മൊത്തം വേദന, അതിനാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. വേറെ ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രോസൺ ഷോൾഡർ കൂടുതലായിട്ടും കാണുന്നത് കുറച്ച് പ്രായമുള്ളവരിൽ, അതായത് ഷുഗർ, തൈറോയ്ഡ് ഇങ്ങനത്തെ അസുഖങ്ങളിലുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് എപ്പോഴും സർജറി കഴിഞ്ഞവരിലൊക്കെയാണ്. എന്നാൽ വള്ളി പൊട്ടി റൊട്ടേറ്റർ കഫ് ടിയർ മൂലമുള്ള പെയിൻ ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ പ്രായം കുറഞ്ഞവരിലുണ്ടാവാം, കുറച്ച് എന്തെങ്കിലും മുമ്പ് പരിക്ക് പറ്റിയവരിലും കൂടുതലായിട്ട് കാണാറുണ്ട്. അതേപോലെ സ്ത്രീകളിലുമാണ് കൂടുതൽ കാണാറ്. ഈ രണ്ട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇതാണ് കൂടുതലായിട്ട് കാണുക. ഒന്ന്, രാത്രി കൂടുതൽ വേദന ഉണ്ടാകുന്ന ഫ്രോസൺ ഷോൾഡറിനാണ്, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുമ്പോൾ വേദന, കണ്ടിന്യൂസ് വേദന. പക്ഷേ ഈ വള്ളി റൊട്ടേറ്റർ കഫ് ഡാമേജ് പെയിൻ ഉണ്ടാകുന്ന സാധാരണ എന്തെങ്കിലും എടുക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ കയ്യിൽ ഫോൺ പിടിക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള വേദന, അതുപോലെ കയ്യിലോട്ട് താഴോട്ട് ഇറങ്ങുന്ന കടച്ചിൽ, വേദനയിലാട്ടി കടച്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കൈയൊക്കെ ഇളക്കാനും ഷോൾഡർ മൂവ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ഇങ്ങോട്ടിങ്ങനെ കടച്ചിൽ വരും, ഒരു അസ്വസ്ഥതമായിട്ട്. അതിനാണ് റൊട്ടേറ്റർ കഫ് ടിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. എല്ലാ പേഷ്യൻസിനും MRI വേണോ? യെസ് ഓർ നോ? ഇനീഷ്യലി നോ, എല്ലാ പേഷ്യൻസിനും MRI വേണ്ട. പക്ഷെ MRI എടുക്കേണ്ടി വരും. എപ്പോൾ എന്ന് വെച്ചാൽ MRI അൾട്രാസൗണ്ട് സ്കാൻ എടുക്കേണ്ടി വരും. നമ്മൾ ഇനീഷ്യലി പെയിൻ മെഡിസിൻ കഴിച്ചു, എക്സസൈസ് ചെയ്തു, ഫിസിയോതെറാപ്പി ചെയ്തു, അങ്ങനെയെല്ലാം ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മളതിന് MRI എടുത്താൽ മതി. ഇനീഷ്യലി MRI എടുക്കേണ്ട. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഐസ് വെക്കണോ അതോ ചൂട് പിടിക്കണമെന്നോ? അതിന് ഉത്തരം ചൂട് പിടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഐസ് വെക്കേണ്ടത് വെച്ചാൽ അക്യൂട്ട് ഇഞ്ചറി, ഇപ്പം നിങ്ങളിപ്പോൾ വീണു, ഇപ്പം നിങ്ങൾക്ക് അവിടെ പരിക്ക് പറ്റി, നല്ല വേദനയുണ്ട്, നല്ല സ്വെല്ലിംഗ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഐസ് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചൂട് പിടിച്ചാൽ മാത്രം മതിയാവും. ഇപ്പം നമ്മൾ ഐസ് വെക്കണോ ചൂട് വെക്കണോ എന്നുള്ളത് പറഞ്ഞു, അതിന് ചൂട് വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ കുറേ കാലം മെഡിസിൻ കഴിക്കണമെന്നാണ്. നോ, നമ്മൾ ഒരിക്കലും ഷോൾഡർ പെയിന് പ്രത്യേകിച്ചും കുറേ കാലം മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും അതിന് ന്യൂറോപ്പതിക് മെഡിസിൻ എല്ലാം ചിലവർ കുറേ കാലം ഗാബാപെൻറ്റിൻ, പ്രിഗാബലിൻ പോലെ മെഡിസിൻ കഴിക്കും, അതുകൊണ്ട് വലിയ എഫക്റ്റ് ഉണ്ട്. അത് ന്യൂറോപ്പതിക് പെയിൻ അല്ല, അതൊരു നോസിസെപ്റ്റീവ് പെയിനാണ് മെയിനിൽ. നോസിസെപ്റ്റീവ് എന്ന് വെച്ചാൽ അത് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്, അതിൽ അവിടുത്തെ ഞരമ്പുകൾക്കുള്ള പരിക്കൊണ്ട് വരുന്ന വേദനയല്ല. അത് കുറേ കാലം പെയിൻ കില്ലർ കഴിക്കരുത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫിസിയോതെറാപ്പി ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ, ഇത് രണ്ട് കാര്യത്തിലും ഫ്രോസൺ ഷോൾഡറിലും റൊട്ടേറ്റർ കഫ് ടിയറിലും
ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിയോതെറാപ്പി, എക്സസൈസ്, റീഹാബിലിറ്റേഷൻ. അഞ്ചാമത്തെ കാര്യം എല്ലാത്തിനും സർജറി വേണമെന്നാണ്. എല്ലാ ഫ്രോസൺ ഷോൾഡറിനും എല്ലാ വള്ളി പൊട്ടിയ റൊട്ടേറ്റർ കഫിനും സർജറി നോട്ട് നീഡഡ്. എപ്പോൾ വേണം? വള്ളി ഫുള്ളായിട്ട് പൊട്ടി നല്ല പെയിനുണ്ട്, ആ റൊട്ടേറ്റർ കഫ് ഫുള്ളായിട്ട് ടിയർ ഉണ്ട്, MRIയിലെല്ലാം ഫുള്ളായിട്ട് ടിയർ ഉണ്ട്, അതിന് വേണ്ടി നമുക്ക് മൂവ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ സർജറി ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ഇൻ്റർവെൻഷൻസ് ചെയ്തിട്ടും തീരെ മൂവ് ചെയ്യാത്ത ഫ്രോസൺ ഷോൾഡറിനെല്ലാം വേണമെങ്കിൽ ആർത്രോസ്കോപ്പിക് സർജറി എല്ലാം ചെയ്യാൻ പറ്റും. വേറെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് അസുഖങ്ങളും ഒരേ സമയം വരുമോ? യെസ്. കാരണം ഈ ഫുള്ളായിട്ട് ഈ വള്ളി പൊട്ടിയാൽ ചില ആളുകൾക്ക് അവിടെ നീർ കെട്ടി അതൊരു ഫ്രോസൺ ഷോൾഡർ പ്ലസ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഉണ്ടാവാറുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഈ അസുഖങ്ങൾ പെട്ടെന്ന് മാറുന്നതാണോ അത് വീണ്ടും വരുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം യെസ്, വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം റൊട്ടേറ്റർ കഫ് പാർഷ്യൽ ടിയർ, അത് കുറച്ച് കീറുക, അതായത് പകുതി പൊട്ടുക, ഇങ്ങനത്തെ അസുഖങ്ങളെല്ലാം വീണ്ടും വരാനുള്ളത് വഴി വളരെ കൂടുതലാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസ്, ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം, ഓപ്പറേഷൻ അല്ലാത്ത വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. ഓപ്പറേഷനകത്ത് വഴിയുണ്ട്. അതാണ് ഫിസിയോതെറാപ്പി, പെയിൻ മെഡിസിനിൽ എടുത്തിട്ട് കുറയുന്നില്ല ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അവിടെ PRP ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. കുറച്ച് ടിയറുള്ള ഭാഗങ്ങളിൽ കീറിയ റൊട്ടേറ്റർ കഫിലെല്ലാം PRP ഇഞ്ചക്ഷൻസ് കൊടുക്കാം. അതേപോലെ തന്നെ ഫ്രോസൺ ഷോൾഡറിന് നമുക്ക് സർജറി ഇല്ലാതെ ഫുള്ളായിട്ട് ഇഞ്ചക്ഷൻ വഴി മാറ്റാൻ പറ്റുമെന്നാണ്. യെസ്, ഫുള്ളായിട്ട് 100% പറ്റില്ല, ഒരു 30% ആളുകൾക്കും നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ്, അതായത് നമുക്ക് കണ്ട് സ്കാൻ ചെയ്തിട്ട് ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഹൈഡ്രോ ഡിസെക്ഷൻ, അതിലോട്ട് സലൈൻ അല്ലെങ്കിൽ ഡെക്സ്ട്രോസ് എല്ലാം ഇഞ്ചെക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ അഡീഷൻസ്, ആ ഫ്രോസ് ആയിരിക്കുന്ന ടൈറ്റ് ആയിരിക്കുന്ന ഷോൾഡർ ക്യാപ്സ്യൂൾസ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ അത് വീണ്ടും വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുക, റെഗുലർലി എക്സസൈസ് ചെയ്യുക, അത് മെഡിസിൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ പെയിൻ മെഡിസിൻസ് കുറേ കാലം, എസ്പെഷ്യലി പെയിൻ കില്ലേഴ്സ് കുറേ കാലം എടുക്കുന്നത് സേഫ് അല്ല. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും ഒപ്പം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മൾ ഫ്രോസൺ ഷോൾഡറിനെ ട്രീറ്റ് ചെയ്യാന്നാണ്. ഫ്രോസൺ ഷോൾഡറിനെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റാക്കി എടുക്കുക, എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ റീജനറേറ്റ് ഒരു PRP ഇഞ്ചക്ഷൻ എല്ലാം ട്രൈ ചെയ്യുന്നതാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകൾക്ക് അവർ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ വേണം. സ്ഥിരമായിട്ട് ആ കൈകൊണ്ട് നല്ല ഹെവി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ചില മൂവ്മെൻറ്റ്സ് എല്ലാം ആൾറെഡി അവിടെ ഹാഫ് ടിയർ അല്ലെങ്കിൽ പാർഷ്യൽ ടിയർ ഉള്ള വള്ളികളെല്ലാം നമ്മൾ ഹെവി മൂവ്മെൻറ്റ്സ് എല്ലാം വീണ്ടും അതേ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സ് നമ്മൾ ഫിസിയോതെറാപ്പിയും ചെയ്യാതെ എടുത്താൽ അത് ഫുൾ തിക്നെസ് ടിയർ ഫുള്ളായിട്ട് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വേറെ കാര്യം, ഫ്രോസൺ ഷോൾഡർ കൂടുതൽ വരുന്നത് യങ്സ്റ്റേഴ്സിലാണ്. ഫ്രോസൺ ഷോൾഡർ കൂടുതലായിട്ട് വരുന്നത് ഏജുള്ളവർ, 50 വയസ്സിന് മേലുള്ളവർ. അതേപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ വരുന്നത് ഷുഗർ അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ മറ്റ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർക്കാണ്. ആറാമത്തെ കാര്യം, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്താൽ, റെഗുലർ എക്സസൈസ് ചെയ്താൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്താൽ മാറും. യെസ്, നല്ലോണം മാറും. പ്രത്യേകിച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്, ഇതൊക്കെ ഇൻഫ്ലമേറ്ററി ഇതിനുള്ള പേരെന്താ വെച്ചാൽ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ്, ഒരു ഇൻഫ്ലമേഷനാണ്. നമ്മളെ ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂളിന് വരുന്നൊരു ഇൻഫ്ലമേഷനാണ്. ആ ഇൻഫ്ലമേഷൻ കുറക്കാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്, ഗ്രീൻ ലീഫി പച്ചക്കറികൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, omega-3 ആസിഡ്സ്, നല്ല ഫാറ്റി ഫിഷ് എല്ലാം കഴിച്ചാലൊക്കെ ഇൻഫ്ലമേഷൻ കുറക്കാൻ പറ്റും. അതുപോലെ റെഗുലർ എക്സസൈസും ചെയ്താൽ ഇത് ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഷോൾഡറിന് വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 വേദനയാണ്. ഒന്ന് ഫ്രോസൺ ഷോൾഡർ, അതേപോലെ റൊട്ടേറ്റർ കഫ് ടിയർ. ഇതെങ്ങനെ വ്യത്യാസം ഉണ്ടാക്കുക? ഫ്രോസൺ ഷോൾഡർ അതിൻ്റെ പോസിറ്റീവ് സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ രാത്രിയിലുള്ള വേദന, അതേപോലെ ഷുഗർ ഹൈ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആധിക്യം വരുന്ന വേദന, അത് തീരെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത വേദന, ഇതെല്ലാം ഫ്രോസൺ ഷോൾഡർ ആയിരിക്കാം. എന്നാൽ മുമ്പ് ഒരു പരിക്ക് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വീണു, അതിൻ്റെ ശേഷം വരുന്ന വേദന, അല്ലെങ്കിൽ അത് വീണ് കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്ന വേദന, കൈയിൻ്റെ താഴോട്ട് ഇറക്കുന്ന വേദന, എന്തെങ്കിലും എടുത്ത് പൊക്കും വേദന, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവിടുത്തെ റൊട്ടേറ്റർ കഫ്, നമ്മളിവിടെയുള്ള ഷോൾഡറിന് സപ്പോർട്ട് ചെയ്യുന്ന റൊട്ടേറ്റർ കഫ് പൊട്ടിയാലാണ്. അപ്പോൾ ഇതിന് രണ്ടിനും എമർജൻസി ആയിട്ടൊന്നും ചെയ്യേണ്ട. അത് മെല്ലെ മെഡിസിൻ കുറേ കാലം പെയിൻ കില്ലർ കഴിക്കാതെ ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് പെയിൻ മെഡിസിനിൽ നമുക്ക് അൾട്രാസൗണ്ട് മെഷീനിൽ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ PRP കൊടുത്താൽ
നല്ല റിസൾട്ട് ഉണ്ടാകാറുണ്ട്. അത് ഫുള്ളായിട്ട് തിക്നെസ് ആയിട്ട് പൊട്ടിയാൽ മാത്രമേ എൻ്റെ സർജറിക്ക് ആവശ്യമുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷോൾഡർ പെയിനിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പെയിൻ സിൻഡ്രോംസായ ഫ്രോസൺ ഷോൾഡർ ആൻഡ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.